ഏവർക്കും സെർച്ച് ആൻഡ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായിട്ടുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പെട്രോ ഡോളറിന്റെ യുഗം അവസാനിച്ചു പോകും, ഇത് അമേരിക്കയ്ക്ക് എത്തരത്തിലുള്ള തിരിച്ചടിയാകും എന്നുള്ളതാണ്. യുവാൻ അഥവാ ചൈനീസിന്റെ കറൻസി ആയിട്ടുള്ള യുവാൻ പെട്രോ ഡോളറിന് ഒരു ബദലായി ഉയർന്നു വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഡോളർ എങ്ങനെ ശക്തമായിട്ടുള്ള ഒരു കറൻസിയായി മാറി എന്നുള്ളത് നോക്കാം. അതോടൊപ്പം തന്നെ ഡോളർ എങ്ങനെയാണ് പെട്രോ ഡോളറായിട്ട് മാറിയത് എന്ന് നമുക്ക് നോക്കാം. ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ 1994 നടന്നിട്ടുള്ള ബ്രിട്ടൻ വുഡ്സ് എഗ്രിമെന്റ് പ്രകാരം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ കറൻസികളും അത് US ഡോളറുമായിട്ട് കണക്ട് ചെയ്തു, അതായത് ബന്ധിപ്പിച്ചു എന്നുള്ളത്. എന്നാൽ US ഡോളറിന് ഒരു ബാക്കപ്പ് വേണ്ടേ, അത് ഗോൾഡിനോടായിരുന്നു ബന്ധിപ്പിച്ചിരുന്നത്. അതായത് ഒരു ഡോളർ എന്ന് പറയുന്ന നിശ്ചിത അളവിലുള്ള സ്വർണ്ണമാണ് എന്നുള്ള രീതി. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് കറൻസി അച്ചടിക്കണമെന്നുണ്ടെങ്കിൽ ഗോൾഡിന്റെ ബാക്കപ്പ് വേണം എന്ന് പറയുന്നത് പോലെ എല്ലാ രാഷ്ട്രങ്ങളുടെ കറൻസിയും ഡോളറുമായിട്ടും ഡോളറിന്റെ ബാക്കപ്പായിട്ട് സ്വർണ്ണവും ആയിട്ടും. ഇതുകൊണ്ട് തന്നെ ഡോളർ ലോകത്തിൽ വിശ്വാസമുള്ള കറൻസിയായിട്ട് മാറി എന്നുള്ളതാണ്. 1971 റിച്ചാർഡ് നിക്സൺ പ്രസിഡന്റ് ആയി വന്ന സന്ദർഭത്തിൽ ഡോളറിന് ബാക്കപ്പായിട്ട് വെച്ചിട്ടുള്ള സ്വർണ്ണത്തിന് അതിന്റെ ആ ഡിസിഷൻ മാറ്റുകയും പിന്നീട് പെട്രോ ഡോളർ എന്നുള്ള ഒരു പദവിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ഡോളറിന്റെ വാല്യൂ പിന്നീട് എങ്ങനെയാണ് നിലനിന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1970 അമേരിക്ക ഒരു സൗദി അറേബ്യയുമായിട്ട് ഒരു പാക്ട് ഡീൽ ചെയ്യുകയാണ്. അതായത് സൗദി അറേബ്യ മാത്രമല്ല മറ്റു ഒപ്പക് രാജ്യങ്ങളും അതിൽ പെടും എന്നുള്ളതാണ്. എന്തായിരുന്നു ഡീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പെട്രോൾ അല്ലെങ്കിൽ ഓയിൽ ഇത് ഡോളറിൽ മാത്രം മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് വിൽക്കുക എന്നുള്ളതാണ്. അതായത് തങ്ങൾ ഉത്പാദിപ്പിക്കുന്നതായിട്ടുള്ള ഓയിലിനെ കൃത്യമായിട്ടുള്ള ഡിമാൻഡ് എത്രയാണെങ്കിലും ഡിമാൻഡ് അമേരിക്ക വാഗ്ദാനം ചെയ്തു എന്നുള്ളത്, നമ്മൾ പർച്ചേസ് ചെയ്തോളാം, പക്ഷെ പെട്രോൾ വാങ്ങുന്നവർ ഡോളറിൽ തന്നെ തരണം എന്നുള്ളതായിരുന്നു ആ ഉടമ്പടി എന്ന് പറയുന്നത്. ഇതിന് പകരമായിട്ട് അമേരിക്ക സൗദിക്ക് ഉടമ്പടി ചെയ്തിട്ടുള്ളത് അവർക്ക് സൈനിക ബേസ് ക്യാമ്പുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് സുരക്ഷ, അവരുടെ ഡിഫൻസ് സിസ്റ്റത്തിൽ സഹായിക്കണം എന്നുള്ളതായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്, എല്ലാ രാജ്യങ്ങൾക്കും ഓയിൽ വേണ്ടി വരും, അതിനാൽ തന്നെ ഓയിൽ കിട്ടണമെന്ന് ഡോളർ വേണ്ടി വരും. ഒബിയസ്ലി ഡോളറിന്റെ ഡിമാൻഡ് കൂടി, അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും ഡോളറിനെ റിസർവ് ആയിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഡോളറിന്റെ ഡിമാൻഡ് കുത്തിനെ കൂടി എന്നുള്ളതാണ്. ഡോളർ പദവി അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നതോടുകൂടി അമേരിക്കയ്ക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അവർക്ക് പ്രിന്റിംഗ് മണി ഇഷ്യൂസ് ആണ്, അതായത് പണം അച്ചടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര വേണമെങ്കിലും പണം അച്ചടിക്കാം എന്നുള്ളതാണ്. കാരണം ലോകം മുഴുവൻ ആ ഡോളർ സ്വീകരിക്കാൻ തയ്യാറാണ്, അതായത് പെട്രോൾ ഡോളർ ആയതുകൊണ്ട് തന്നെ. എന്നാൽ ആ പെട്രോൾ ഡോളർ എന്ന പദവി പോയാൽ ഇങ്ങനെ പണം അച്ചടിക്കുന്നത് നിർത്തിവെക്കേണ്ടി വരും. അമിതമായിട്ട് അച്ചടിച്ചാൽ അത് ഹൈപ്പർ ഇൻഫ്ലേഷൻ കാരണമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ അത് സിംബാബ്വേയിലും വെനസ്വേലയിലും ഒക്കെ നടന്നതുപോലെയുള്ള ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. രണ്ടാമത്തത് ഇമ്പോർട്ട് കോസ്റ്റ് കൂടും എന്നുള്ളതാണ്. അതായത് ഇറക്കുമതി ചെലവ് കുത്തനെ കൂടും. അമേരിക്കക്ക് ഒരുപാട് സാധനങ്ങൾ, എസ്പെഷ്യലി ഇലക്ട്രോണിക് തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നുണ്ട്. നിലവിൽ സ്വന്തം കറൻസി നൽകി അവർക്ക് ഇത് വാങ്ങാം എന്നുള്ളതാണ് ഒരു ഗുണം എന്ന് പറയുന്നത്. എന്നാൽ ഡോളറിന്റെ മൂല്യം വെടിഞ്ഞാൽ വിദേശ സാധനങ്ങൾക്ക് വലിയ വില അമേരിക്ക കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇത് അമേരിക്കയിലെ സാധാരണക്കാരുടെ കുടുംബജീവിതത്തെ തകർക്കുകയും അവരുടെ ഫിനാൻഷ്യൽ ബജറ്റ് അത് ഓവറായിട്ട് മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. അതിന്റെ ഫലമായിട്ട് തൊഴിലില്ലായ്മ കൂടുന്നതാണ്. അതായത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നതോട് കൂടിയിട്ട് കമ്പനികൾക്ക് പലിശ നിരക്ക് താങ്ങാൻ കഴിയാതെ വരും. ഇത് വലിയ തോതിലുള്ള പിരിച്ചുവിടലുകൾ, കമ്പനികളിൽ നിന്നും പിരിച്ചുവിടലുകൾക്കും അതുപോലെ തന്നെ തൊഴിലില്ലായ്മക്കും കാരണമാകും. IT ബാങ്കിംഗ് മേഖലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് സാരമായിട്ട് എഫക്ട് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആഗോള നിക്ഷേപം പിൻവലിക്കപ്പെടും എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപമായിട്ട് അമേരിക്കൻ ഗവൺമെന്റിന്റെ ട്രഷറി ബോണ്ട്സുകളെയാണ് കണക്കാക്കുന്നത്. അതായത് ചൈനയും ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കോടിക്കണക്കിന് ഡോളർ ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ ഡോളറിന്റെ പദവി പോയാൽ ഈ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ നിക്ഷേപം വിഡ്രോ ചെയ്യും. ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക, ഇത് അമേരിക്കൻ ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു കൊളാട്ടറൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. അതായത് ഒരു ഇന്ന് വരെ ലോകം കാണാത്തതായിട്ടുള്ള ഒരു തകർച്ചയിലേക്ക് അത് എത്തിക്കുമെന്നുള്ളതാണ്. അഞ്ചാമത്തേത് സാമൂഹികമായിട്ടുള്ള അശാന്തി ഉണ്ടാക്കുന്നതാണ്, സോഷ്യൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിലേക്ക് കാരണമാകും. അതായത് സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം കൂടും. അമേരിക്കയിലുള്ള പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ അത് വലിയൊരു ചർച്ചയായിട്ട് മാറും. ആഭ്യന്തര കലാപങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരതക്കോ ഇത് കാരണമാകും. അപ്പോൾ വികസിത രാജ്യം എന്ന നിലയിൽ നിന്ന് അമേരിക്ക താഴോട്ട് പോകുന്നത് വലിയൊരു സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളുടെ മാറ്റം എന്നുള്ളതാണ് അടുത്തൊരു വലിയൊരു പ്രശ്നം. അതായത് അമേരിക്കയുടെ സാമ്പത്തിക ശക്തി കണ്ടിട്ടാണ് പല രാജ്യങ്ങളും അവരുടെ കൂടെ നിൽക്കുന്നത് എന്നതാണ്. ഉദാഹരണത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ. എന്നാൽ ഡോളർ തകരുകയും ചൈനീസ് യുവാൻ ശക്തമാവുകയും ചെയ്താൽ ഈ രാജ്യങ്ങൾ അമേരിക്കയെ കൈവിട്ട് ചൈനയുടെ പക്ഷത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഇതോടെ അമേരിക്ക ലോകത്ത് ഒറ്റപ്പെടും എന്നുള്ളതാണ്. നമുക്കറിയാം ബ്രിക്സ് പോലെയുള്ള രാഷ്ട്രങ്ങൾ, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാഷ്ട്രങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണല്ലോ ബ്രിക്സ് എന്ന് പറയുന്നത്. ഇവർ വർഷങ്ങളായിട്ട് പെട്രോൾ ഡോളർ പദവി ഇല്ലാതാക്കുന്നതിന്, അതായത് പെട്രോൾ ഡോളർ പദവി ഇല്ലാതാക്കിക്കൊണ്ട് യുവാനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനും പല ഹിഡൻ അജണ്ടകളും കൊണ്ടുവരുന്നുണ്ട്. അവരുടെ പ്രധാനമായിട്ട് ഡീഡോളറൈസേഷൻ ആണ് അവർ കൊണ്ടുവരുന്നത്. അതായത് ഡോളറിന്റെ ഈ ലോകത്തുള്ള ആധിപത്യം കുറക്കുകയും പകരമായിട്ട് സ്വന്തം രാജ്യങ്ങളുടെ സ്വന്തം കറൻസികളോ അതല്ലെങ്കിൽ ബ്രിക്സിനായിട്ട് ഒരു കറൻസി രൂപീകരിക്കുക, അതുമല്ലെങ്കിൽ ക്രിപ്റ്റോ പോലെയുള്ള അല്ലെങ്കിൽ യുവാൻ പോലെയുള്ള കറൻസികളെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത്. അത് ഫലമായിട്ട് ഒരു യുവാൻ ഒരു ബദലായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ലോസ് ഓഫ് സാങ്ഷൻസ് പവേഴ്സ് ആണ്. അതായത്
ഉപരോധങ്ങൾ ഫലിക്കാതെ ഇപ്പൊ പെട്രോൾ ഡോളർ എന്ന് പറയുന്ന അമേരിക്കയുടെ ഡോളർ, ആ ഡോളറിന്റെ പദവി, പെട്രോൾ ഡോളർ പദവി ഒഴിവാകുന്നതോട് കൂടിയിട്ട് നിലവിലെ ഇപ്പോൾ ലോകം ഡോളർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അമേരിക്കക്ക് ഏതൊരു രാജ്യത്തിന് മേലും അതായത് സാങ്ഷൻസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്താൻ കഴിയുന്നത്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു വൈറ്റൽ പവർ എന്ന് പറയുന്നത്. എന്നാൽ ഡോളർ ഒഴിവാക്കപ്പെട്ടാൽ എന്നാണ് ആലോചിച്ചു, അമേരിക്കയുടെ അനുവാദമില്ലാതെ തന്നെ രാജ്യങ്ങൾക്ക് തമ്മിൽ വ്യാപാരം നടത്താം. ഇത് അമേരിക്കയുടെ രാഷ്ട്രീയ സ്വാധീനം വലിയ തോതിൽ തന്നെ കുറക്കാൻ സാധ്യമാണ്. പിന്നെ രണ്ടാമത്തേത് നമ്മുടെ ഡെപ്റ്റ് ക്രൈസിസ് അമേരിക്ക നേരിടുമെന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് അമിതമായിട്ടുള്ള ഒരു കടം തിരിച്ചടിയാവും. അമേരിക്കയ്ക്ക് നിലവിൽ തന്നെ വലിയൊരു ഡെപ്റ്റ് ഉണ്ട്, വലിയൊരു കടം തന്നെയാണ്. ലോകരാജ്യങ്ങളുടെ ഡോളർ, അതായത് ഡോളർ റിസർവ് കറൻസി ആയിട്ട് കരുതൽ ധനമായി സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് ഈ കടം പ്രതിസന്ധിയാകാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഡോളറിന്റെ ആവശ്യം കുറയുമ്പോൾ എന്താ സംഭവിക്കുക, ഈ കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ അമേരിക്ക പ്രയാസപ്പെടുന്നുള്ളതാണ്. അടുത്തത് ഇറക്കുമതി, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇമ്പോർട്ടിന്റെ കോസ്റ്റ് കൂടും, അതുപോലെ തന്നെ ഹൈപ്പർ ഇൻഫ്ലേഷൻ വരും, അതോടൊപ്പം തന്നെ മിലിറ്ററി ഡൗൺ സീസിംഗ് തുടങ്ങും എന്നുള്ളതാണ്. അതായത് സൈനികമായിട്ടുള്ള സ്വാധീനം കുറയും എന്നുള്ളതാണ്. ലോകമെമ്പാടും സൈനിക താവളങ്ങൾ നിലനിർത്താനും അതുപോലെ തന്നെ യുദ്ധങ്ങൾ നയിക്കാനും അമേരിക്കക്ക് കഴിയുന്നുണ്ട് ഡോളർ അച്ചടിക്കാനുള്ള അവരുടെ അധികാരം കൊണ്ട് മാത്രമാണ്. എന്നാൽ സാമ്പത്തികമായി തളരുന്നതോടെ പ്രതിരോധ മേഖലയിലെ ഈ വമ്പൻ ചിലവുകൾ ചുരുക്കാൻ അവർ നിർബന്ധിതരാകും. അതിന്റെ ഫലമായിട്ട് അവരുടെ സൈനിക ശക്തിക്ക് ക്ഷയം കൂടുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങൾ, ട്രഷറി ബോണ്ടുകളാവട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള നിക്ഷേപങ്ങൾ, US ട്രഷറികളിലെ നിക്ഷേപങ്ങൾ, ഇതെല്ലാം തന്നെ പെട്ടെന്ന് രീതിയിൽ വലിയുകയും വിഡ്രോ ചെയ്യുകയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി കുത്തനെ ഇടിയുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഷിപ്പിംഗ് മേഖലയിലെ തകർച്ച എന്നുള്ളതാണ് അടുത്തത്. ഇപ്പൊ ലോകത്തെ ഭൂരിഭാഗം കപ്പൽ ഗതാഗതം, ഷിപ്പിംഗും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇടപാടുകൾ ഡോളറിലാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം. പെട്രോൾ ഡോളർ പദവി പോയാൽ ഈ മേഖലയിലെ അമേരിക്കൻ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാകും. ചൈനീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കമ്പനികൾ ഈ വിപണി കൈക്കലാക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ടെക് ഡിക്ലൈൻസ് എന്നാണ്, ടെക്നോളജി ഡിക്ലൈൻസ് ആണ് അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ടെക് കമ്പനികളായിട്ടുള്ള ടെക്നോളജിക്കൽ കമ്പനികളായിട്ട് ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇതൊക്കെ അമേരിക്കയിലാണ് റിസീവ് ചെയ്യുന്നത്. ഇവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വലിയ തുക ആവശ്യമാണ് എന്നുള്ളതും ഒരു വാസ്തവം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഡോളർ തകരുന്നതോടെ ഈ കമ്പനികളുടെ ഓഹരി മൂല്യം, അതായത് ഷെയർസിന്റെ വാല്യൂസ് കുത്തനെ ഇടുകയും അത് ഡിക്ലൈൻ ചെയ്യുകയും ലോകത്ത് നയിക്കുന്ന സാങ്കേതിക വിദ്യകൾ വികസിക്കാനുള്ള അവരുടെ ശേഷി കുറയുകയും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം കുറയുകയും അത് കമ്പനികൾക്ക് വൻ തോതിലുള്ള തിരിച്ചടികൾക്ക് കാരണമാവുകയും ചെയ്യുന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഇത് ഒരു ചൈനീസ് ടെക് കമ്പനികൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക് എന്നിവയിലെ സ്വാധീനം നിലവിൽ ലോകബാങ്കിലും അതുപോലെ തന്നെ IMF-ലും അമേരിക്കക്ക് വലിയ സ്വാധീനം ഉണ്ട് എന്ന് നമുക്കറിയാം. മറ്റു രാഷ്ട്രങ്ങൾ വായ്പ നൽകുന്ന നയങ്ങൾ തീരുമാനിക്കുന്ന അമേരിക്കയാണ് മുന്നിൽ എന്നുള്ളതും ഒരു വാസ്തവമാണ്. എന്നാൽ ഡോളറിന്റെ ആധിപത്യം, ഇത് അവർക്ക് കിട്ടുന്ന ഡോളറിന്റെ ആധിപത്യം കൊണ്ട് മാത്രമാണ്. എന്നാൽ ഈ ഡോളറിന്റെ ഡൊമിനേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ IMF പോലെയുള്ള അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് പോലെയുള്ള അമേരിക്കയുടെ ഒരു പ്രയോറിറ്റൈസേഷൻ അത് നഷ്ടപ്പെടും എന്നുള്ളതാണ്.